ഇസ്രായേലിന്റെ തലക്കടിക്കുന്ന ഒരു തീരുമാനം അല്ലെങ്കിൽ ഒരു അഭിപ്രായം ഇന്നലെ ട്രംപ് G7 ഉച്ചകോടിയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ കാര്യം എന്താന്ന് പറയാം. അപ്പൊ അതിനു മുന്നേ ഇമ്മാനുവൽ മക്രോൺ ഒരു വീഡിയോ പുറത്തു വിട്ടിട്ടുണ്ട്. അതായത് ഇറാനും അതേപോലെ തന്നെ അമേരിക്കയും തമ്മിലുള്ള MOU, മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ്, അത് സൈൻ ചെയ്യുന്ന ഒരു വീഡിയോ പുറത്തു വിട്ടിട്ടുണ്ട്. അപ്പൊ അതിൽ ട്രംപ് പറയുന്നത് ദിസ് വാസ് നോട്ട് ഈസി എന്ന് പറഞ്ഞിട്ട് ആണ് പുള്ളി സൈൻ ചെയ്യുന്നത്. അപ്പൊ അതിന്റെ വീഡിയോ നമുക്കൊന്ന് കാണാം. അങ്ങനെ അത് ഒഫീഷ്യലി അത് കരാറായി. This was not easy, I can tell you. ട്രംപ് ഉപയോഗിക്കുന്ന പേന ഏതാണെന്നോ? അങ്ങനെ ആ സമാധാന കരാറ് നിലവിൽ വന്നു. അപ്പോ ഒപ്പിട്ടിരിക്കുകയാണ്. ഇനിയിപ്പോ ഇരു രാജ്യങ്ങളും ഒപ്പിട്ടു. അത് പാകിസ്ഥാന്റെ പ്രസിഡന്റ് ഒക്കെ ഈ സാധനം സ്ഥിരീകരിക്കുന്നുണ്ട്, ഒപ്പിട്ടു, കരാറിൽ നിലവിൽ വന്നു എന്നുള്ളത്. അപ്പൊ അതിന്റെ മുന്നോടിയായിട്ട് തന്നെ ഇപ്പൊ ഏകദേശം ഹോർമൂസിലൂടെയുള്ള കപ്പൽ ഗതാഗതമൊക്കെ പൂർണ്ണ സ്ഥിതിയിലായി. ഇനി ഇസ്രായേലിന് അടി കിട്ടുന്ന രീതിയിൽ നിറുകന്തലക്ക് തല്ലുന്ന രീതിയിലുള്ള ഒരു പ്രഖ്യാപനം ട്രംപ് ഇന്നലെ G7 ഉച്ചകോടിയിൽ നടത്തിയിട്ടുണ്ട്. അതെന്താണെന്നറിയോ? ഇറാനോട് കാണിക്കുന്നത് അനീതി. ബാലിസ്റ്റിക് മിസൈൽ വിഷയത്തിൽ ഇറാനെ പിന്തുണച്ച് ട്രംപ്. ഇസ്രായേലിന്റെ രണ്ടാമത്തെ ഏറ്റവും വലിയ ആവശ്യം എന്ന് പറയുന്നത് ഇറാന്റെ മിസൈൽ ശേഷിനെ ഇല്ലാണ്ടാക്കുക, കുറച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ്. ഇറാന്റെ കയ്യിലെ അത്യാധുനിക ഫൈറ്റർ ജെറ്റുകൾ, വിമാനങ്ങളോ അപ്പാഷെ ഹെലികോപ്റ്റർ പോലുള്ള സാധനങ്ങളോ ഒന്നുമില്ല. ഇറാൻ ഈ യുദ്ധത്തിൽ പിടിച്ചു നിന്നത് അമേരിക്കക്കെതിരെയും അതേപോലെ തന്നെ മിഡിൽ ഈസ്റ്റിലെ ശത്രുക്കൾക്കെതിരെയും ഇസ്രായേലിനെതിരെ പിടിച്ചു നിന്നത് ഇറാന്റെ കയ്യിലുള്ള ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ചിട്ടാ. അത് തന്നെ സബ്സോണിക് മിസൈലുകൾ ഉണ്ട്, സൂപ്പർ സോണിക് മിസൈലുകൾ ഉണ്ട്. ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ഇസ്രായേല് ലെബനോനെ ആക്രമിച്ചപ്പോ ഏകപക്ഷീയമായിട്ട് എന്ന് പറയാൻ പറ്റുന്ന രീതിയിൽ തന്നെ ഇറാൻ ഇസ്രായേലിന് നേരെ ആക്രമണം നടത്തി. അന്ന് ഇസ്രായേലിന്റെ കയ്യിലുള്ള അയൺഡോമും ആരോയും പാട്രിയോട്ടും എല്ലാം തന്നെ വായില് വിരലും വെച്ച് നോക്കി നിൽക്കുകയായിരുന്നു ചെയ്തത്. എല്ലാ മിസൈലും അവിടെ പോയി വീണു, ഇന്റർസെപ്റ്റ് ചെയ്യാനേ പറ്റിയില്ല. അപ്പൊ ഇത് ആക്ച്വലി ഇസ്രായേൽ അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ്. അപ്പോ ഇറാൻ അണുവായുധം ഉണ്ടാക്കാൻ പോകുന്നു എന്നും പറഞ്ഞിട്ട്, അതേപോലെ തന്നെ ഇറാന്റെ മിസൈൽ ശേഷിനെ കുറച്ചു കൊണ്ടുവരണം എന്ന് പറഞ്ഞിട്ടാണ് ഈ ആക്രമണം തന്നെ ഉണ്ടായത്. റെജീം ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളതൊക്കെ പറഞ്ഞിട്ട്, എന്നിട്ടിപ്പോ MOU സൈൻ ചെയ്തൊക്കെ കഴിഞ്ഞ് അല്ലെങ്കിൽ അതിന് മുന്നോടിയായിട്ട് G7 ഉച്ചകോടിയിൽ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാല്, ഇറാന്റെ ചുറ്റുപാടുള്ള ആൾക്കാരൊക്കെ ബാലിസ്റ്റിക് മിസൈലുകൾ കയ്യിൽ വെക്കുമ്പോ ഇറാൻ അത് വെക്കാൻ പാടില്ല എന്ന് പറയുന്നത് യഥാർത്ഥത്തില് അനീതിയല്ലേ എന്നുള്ളതാണ്. ഇങ്ങേരിപ്പൊ ഇസ്രായേലിനെ ഒഴിവാക്കിയിട്ട് ഇറാനെ കൂട്ടുപിടിച്ചിട്ട് ഹോർമൂസ് രണ്ടുപേരും കൂടെ ഒരുമിച്ച് കൺട്രോൾ ചെയ്യാനുള്ള പരിപാടിയിലോട്ടൊക്കെ പോവുകയാണോ എന്നുള്ളൊരു തോന്നൽ ആക്ച്വലി ഈ പറയുന്ന ന്യൂസ് പുറത്തു വരുമ്പോ ഉണ്ട് കേട്ടോ. അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ന്യൂസ് ഞാൻ വായിക്കാം. മേഖലയിലെ മറ്റ് രാജ്യങ്ങൾക്ക് ബാലിസ്റ്റിക് മിസൈലുകൾ കൈവശം വെക്കാൻ അവകാശമുള്ളപ്പോൾ ഇറാൻ മാത്രം അതിൽ നിന്ന് വിട്ടു നിൽക്കണമെന്നും ആവശ്യപ്പെടുന്നത് അനീതിയാണെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഫ്രാൻസിൽ നടക്കുന്ന G7 ഉച്ചകോടിയിലാണ് ട്രംപ് ശ്രദ്ധേയമായ പരാമർശം നടത്തിയത്. എന്റെ മാൻ, ഈ പറയുന്ന മിസൈലിന്റെ കാര്യത്തില് ഇതായിരുന്നില്ല ഇവരുടെ ആദ്യത്തെ നിലപാട്. ഈ പറയുന്ന ഇവരുടെ മിസൈൽ ശേഖരമുള്ള ഗുഹാമുഖത്തെല്ലാം പോയി ഇവന്മാര് ബോംബിട്ട് തകർത്ത് ആ മിസൈൽ ശേഷിനെ ഇല്ലാണ്ടാക്കാൻ ശ്രമിച്ച ആൾക്കാരാണിത്. B2B ബോംബറുകൾ ഉപയോഗിച്ചിട്ടാണ് അന്ന് അത് ഈ പറയുന്ന അമേരിക്കയും ഇസ്രായേലും കൂടെ ചെയ്തത്. എന്നിട്ടിപ്പോ അതിന്റെ എക്സ്ട്രീം യൂട്ടേൺ എടുത്തിട്ട് മേഖലയിലെ അതായത് ലോജിക്കാണ് ഇപ്പൊ പറയുന്നത്, കറക്റ്റ് ലോജിക്കാ. അതില് ട്രംപിനെ പൊട്ടനാക്കാനൊന്നുമില്ല. ഇപ്പൊ പറയുന്നത് കറക്റ്റ് ലോജിക്കൽ ആയിട്ടുള്ള കാര്യമാണ്. അതായത് ബാലിസ്റ്റിക് മിസൈലുകൾ പാകിസ്ഥാന്റെ കയ്യിലുണ്ട്, ഇന്ത്യയുടെ കയ്യിലുണ്ട്, ഇസ്രായേലിന്റെ കയ്യിലുണ്ട്, അസർബൈജാന്റെ കയ്യിലുണ്ട്. ഈ പറയുന്ന മേഖലയിലെ ഈ പറയുന്ന ഇറാന്റെ ചുറ്റുമുള്ള എല്ലാ രാജ്യങ്ങളുടെ കയ്യിലും ബാലിസ്റ്റിക് മിസൈലുകൾ ഉള്ളപ്പോ, സൂപ്പർസോണിക്കും അതേപോലെ തന്നെ സബ്സോണിക് ഒക്കെ ആയിട്ടുള്ള മിസൈലുകൾ ഉള്ളപ്പോ ഇറാൻ വെക്കാൻ പാടില്ല എന്ന് പറയുന്നത് എന്തർത്ഥത്തിലാണെന്നുള്ളതാണ് ട്രംപ് ചോദിക്കുന്നത്.
സത്യത്തില് ബാലിസ്റ്റിക് മിസൈലുകൾ ഉണ്ടാക്കാനുള്ള ലെജിറ്റിമസി യഥാർത്ഥത്തിൽ ഇറാന് കിട്ടുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഇറാൻ ഒരു മേൽക്കോയ്മ കിട്ടുകയാണ്. ബാലിസ്റ്റിക് മിസൈലുകൾ എത്ര എണ്ണം ഇറാൻ ഇനിയും ഉണ്ടാക്കുന്നോ അത്രയും ഭീഷണിയാണ് യഥാർത്ഥത്തിൽ ഇസ്രായേലിന് എന്നുള്ളതാണ്. ഇസ്രായേൽ ഈ പറയുന്ന ഇസ്രായേലിന്റെ ചുറ്റുമുള്ള രാജ്യങ്ങളിലൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന കിരാതമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് ഇറാൻ ആക്ച്വലി മറുപടി കൊടുക്കുന്നത് ഇറാന്റെ കയ്യിലുള്ള ഈ ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ചിട്ടാണ്. എന്നിട്ട് അമേരിക്കയും ഇറാനും തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിക്കുന്നതിനായി ഒപ്പുവെച്ച ധാരണാപത്രത്തിന്റെ പശ്ചാത്തലത്തിൽ ഉച്ചകോടിയിൽ ഇറാൻ വിഷയം പ്രധാന ചർച്ചാ വിഷയമായി മാറി. മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനും ഹോർമൂസ് കടലിടുക്ക് വഴി ഗതാഗതം സുഗമമാക്കുന്നതിനുമുള്ള നിർണായക നീക്കമാണ് ഈ കരാർ വിലയിരുത്തപ്പെടുന്നത് എന്നുള്ളതാണ്. ഇന്ന് ഒപ്പുവെച്ചിട്ടുള്ള ഈ MOUല് വരുന്ന പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഇസ്ലാമാബാദ് മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് എന്ന പേരിലാണ് ഈ ഉടമ്പടി അറിയപ്പെടുന്നത്. കരാർ പ്രകാരം യുദ്ധം എല്ലാ മേഖലകളിലും ഉടനടി നിർത്തണം. ഇത്താമിർ ബെൻഗവീർ ഇന്നലെ വന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാധനമുണ്ട്. ഈ കരാറ് ഇറാനും അമേരിക്കയും തമ്മിലാണ്, ഞങ്ങൾ ഇതിൽ ഭാഗമല്ല, അതുകൊണ്ട് ലെബനോനിലുള്ള അറ്റാക്ക് ഞങ്ങൾ തുടരും. അപ്പൊ ഇതിന് ഒരു ലെജിറ്റിമസി കിട്ടുന്ന രീതിയിലുള്ള വീഡിയോ കൂടെ ഇസ്രായേലി ഡിഫൻസ് ആക്ച്വലി പുറത്തുവിട്ടിട്ടുണ്ട്. സ്കൂളുകളുടെ ഉള്ളില്, ഷോപ്പിംഗ് മാളുകളുടെ ഉള്ളില്, അതേപോലെ തന്നെ മരുന്ന് ഷോപ്പുകളുടെ ഒക്കെ ഉള്ളിലാണ്, ഈ റെസിഡൻഷ്യൽ ഏരിയകളുടെ ഒക്കെ ഉള്ളിലാണ് യഥാർത്ഥത്തിൽ ഹിസ്ബുള്ള അവരുടെ ആയുധങ്ങൾ ഒളിപ്പിച്ചു വെച്ചേക്കുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ അവരെ അവിടെ ആക്രമിക്കുന്നത് എന്നും പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ആക്ച്വലി ഇന്നലെ അവര് പുറത്തു വിട്ടിട്ടുണ്ട്. അപ്പൊ ഈ കരാറ് പ്രകാരം എല്ലാ ഫ്രണ്ടിലുള്ള വാറും ഇവർ അവസാനിപ്പിക്കേണ്ടി വരും. അപ്പോ തുരങ്കം വെക്കുന്ന പണി ഓൾറെഡി ഇസ്രായേൽ അവിടെ എടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇനി ഹോർമൂസ് കടലിടുക്ക് വഴി ടോളില്ലാതെ കപ്പൽ ഗതാഗതം പുനരാരംഭിക്കാനും ഇറാന് മേലെയുള്ള US ഉപരോധം പിൻവലിക്കാനും മരവിപ്പിച്ച ഇറാനിയൻ ആസ്തികൾ വിട്ടുകൊടുക്കാനും ധാരണയായിട്ടുണ്ട്. കൂടാതെ യുദ്ധാനന്തര പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി ഇറാനിലേക്ക് $300 ബില്യൺ നിക്ഷേപ ഫണ്ടും കരാറിൽ ഉൾപ്പെടുന്നു. ഇതാണ് ആ $300 ബില്യൺ. You've been clear, President Trump, the United States is not going to directly pay Iran, but the US is going to let the Iranians start making billions of dollars, selling oil, accessing this reconstruction fund. Only if they're doing things right. Only if we're not doing anything. We're not putting up money. Only if they're doing things right. If they're doing things right, if people want to invest, they can invest. But they had this $300 million fund. It's only $300 billion fund. It's only if they're doing things right. Remember this also. When you talk about billions of dollars, they've had much more than $1 trillion worth of damage done. They got a long way. There'll be 15 to 20 years to rebuild what they have right now. So they have to behave themselves. If they're not behaving, they get hit again. They'll be hit again. Because we can do it very easily. It's going to take a long way for them to build back their anti-aircraft stuff. ഇറാൻ അണുവായുധം നിർമ്മിക്കില്ലെന്നും ആണവോർജ ഏജൻസിയുടെ മേൽനോട്ടത്തിൽ സമ്പുഷ്ടീകരിച്ച യുറേനിയം ശേഖരം കുറയ്ക്കുമെന്നും കരാറിൽ സമ്മതിച്ചിട്ടുണ്ട്. പിന്നെ അന്തിമ കരാറിലെത്താൻ 60 ദിവസത്തെ ആ ചർച്ച. അപ്പൊ ഇങ്ങനെ കാര്യങ്ങൾ പോവാണ്. അതായത് ഇറാനും അമേരിക്കയും ബായി ആവാൻ പോവാണ്. അതേപോലെ തന്നെ ഇത്രയും കാലം പിന്നീന്ന് കുത്തിക്കൊണ്ടിരുന്ന ഇസ്രായേലിനെ മോനെ നീ നിങ്ങൾ മാറി നിൽക്കുന്നുള്ള രീതിയിൽ മാറ്റി നിർത്താനുള്ള പരിപാടി കൂടിയാണ്. അപ്പോ ഇസ്രായേലിന്റെ തലക്കടി കിട്ടുന്ന, ബെഞ്ചമിൻ നെതന്യാഹു തലകറങ്ങി വീഴുന്ന ഒരു തീരുമാനമാണ് ട്രംപ് ആക്ച്വലി G7 ഉച്ചകോടിയിൽ എടുത്തേക്കുന്നത് എന്നുള്ളതാണ്. അത് ലോജിക്കാണ്. ഇപ്പോഴാണ് ട്രംപ് ലോജിക്കൽ ആയിട്ടുള്ള ഒരു കാര്യം പറഞ്ഞെന്നുള്ളതും കൂടിയാണ് ഇതിന്റെ കൂട്ടത്തിൽ പറയാനുള്ളത്.